നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളെക്കുറിച്ചും വാസ്തുദോഷത്തെക്കുറിച്ചൊക്കെയാണ് അധികമായി ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് സർപ്പദോഷത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സർപ്പദോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. സർപ്പദോഷം അത് നമുക്ക് എങ്ങനെ വരാം, അത് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സർപ്പദോഷത്തെക്കുറിച്ച് തന്നെ 10-12 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. സർപ്പദോഷം. ശരിക്കും സർപ്പദോഷം നമുക്ക് വരുന്നത് നമ്മളൊരു നാഗത്തിനെ, ഒരു പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് കൊണ്ടാണോ പലരുടെയും ചോദ്യമാണ്. അങ്ങനെ സർപ്പദോഷം വരാറുണ്ട്. പക്ഷെ പ്രധാനമായും നമ്മൾ സർപ്പദോഷം മനസ്സിലാക്കുന്നത് തന്നെ, ഒരാൾക്ക് സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ അയാളുടെ ഗ്രഹനില വെച്ചിട്ടാണ്. ഗ്രഹനിലയിൽ സർപ്പൻ്റെ സ്ഥാനം വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കൂടുതലും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. അതായത് വിവാഹം നടക്കാതിരിക്കും. വിവാഹം നടന്നാലും താമസിച്ച് നടക്കാം. അങ്ങനെ വിവാഹം നടന്നാൽ പോലും ദമ്പതിമാർ തമ്മിൽ മാനസിക ശാരീരിക ഐക്യമില്ലാതിരിക്കുക, കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, അഥവാ കുട്ടികൾ ഉണ്ടായാൽ പോലും കുട്ടികളെ കൊണ്ട് എന്നും വിഷമിക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ ഓട്ടിസം അതുപോലുള്ള നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിലുള്ള അസുഖങ്ങളോ, അല്ലെങ്കിൽ മുതിർന്നു കഴിഞ്ഞാൽ അവർ വഴിതെറ്റി പോകുന്നൊരു അവസ്ഥ, ലഹരിക്കടിമപ്പെട്ട് പോവുകയൊക്കെ ചെയ്യാം. അതുപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ, അത് സർപ്പദോഷം കൊണ്ട് നിരന്തരം എല്ലാവർക്കും വരും. പക്ഷേ എങ്കിലും നിരന്തരം വന്ന് ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക, ചെറിയ കാര്യത്തിന് പോലും നമ്മൾ വിഭ്രാന്തി, അതായത് ഡിപ്രഷൻ, ചെറിയ കാര്യങ്ങളായിരിക്കും അതിന് പോലും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ, ഡിപ്രഷൻ ഉണ്ടാകുക. അതുപോലെ ശരീരത്തിൽ വരുന്ന ത്വക്ക് രോഗങ്ങൾ, ഇതെല്ലാം ഈ സർപ്പദോഷം കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ സർപ്പദോഷം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഭൂമിയിൽ നാഗങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. അത് കാവുകളോ അല്ലെങ്കിൽ ആൾത്തറകളോ കുരിയാലകളോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം നാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത്, പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം, ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് നാളൊരു കാലത്ത് ഇവരിതിനെ മാറ്റും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് ഇവർ കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഒരു ആൾത്തറ അല്ലെങ്കിൽ ഒരു തെക്കതോ, നേരത്തെ പറഞ്ഞ കുരിയാലയോ, അതിൽ പ്രധാന ദേവിയോ മഹാദേവനോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിയൊക്കെ ആയിരിക്കുക. അതിനോടൊപ്പം ഈ നാഗങ്ങൾക്കും സ്ഥാനം ഉണ്ടായിരിക്കും. ഇവരിവിടെ നിന്നും ഇപ്പം പറ്റില്ല, ഈ സ്ഥലത്തൊന്നും ഇവർക്ക് മാറ്റി വേറെ കൊണ്ടുപോകണം, അല്ലെ മറ്റൊരു ക്ഷേത്രത്തിൽ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇതിനെ ആവാഹിച്ചിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുകയോ മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യുക. പക്ഷേ ഈ നാഗങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെടും. ആ തറയെല്ലാം തട്ടിപ്പൊട്ടിച്ച് കളയും. പിന്നെ കാവുകൾ മാത്രം ഇരുന്ന ഭൂമികൾ തട്ടിപ്പൊട്ടിച്ച് കളയാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നാഗദോഷം പിന്നീട് വരുന്ന 4 തലമുറയിലേക്ക് ഇത് വരും. 4 തലമുറ എന്ന് പറയുമ്പോൾ 4 പേര് മരിക്കുമ്പോൾ 4 തലമുറ തീരുന്നില്ല, കാലാവധിയാണ്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 120 വയസ്സും 5 ദിവസം വരെയാണ് ഒരു മനുഷ്യൻ്റെ പരമായുസ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 480 വർഷവും 20 ദിവസത്തോളം ഈ കുടുംബത്തിൽ 10 പേര് ജനിച്ചാൽ അതിൽ 3 പേർക്കെങ്കിലും ഈ സർപ്പദോഷം, നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ചിലർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 7 പേർക്ക് ഉണ്ടാകാത്തതെന്ന്. അതങ്ങനെയാണല്ലോ, നമുക്ക് ഈ പറഞ്ഞ ചിലവർക്ക് ജനിക്കുന്ന സമയത്തിന് വളരെ സൂപ്പറായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ബാധിക്കില്ല. കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് ഈ ജനന സമയത്തിനുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ നീചമായ സ്ഥാനങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. ഒന്ന്, അഥവാ അങ്ങനെ ദോഷങ്ങളുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞു പോകുന്ന, ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും, ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീയെ മറ്റൊരിടത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയോ, ചെന്ന് കയറുന്ന വീട്ടിൽ അവർ നല്ല ഈശ്വരാധീനമുള്ളവരാണെങ്കിൽ, അതായത് നമുക്കുള്ള ഈ ദോഷം പോലും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരാൾ വന്ന് നമ്മുടെ കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് ഒരു 7 പേരെ നമ്മൾ ഇതിൽ നിന്നും, ചിലപ്പോൾ 10 പേർക്കും ഉണ്ടാകുന്നുണ്ട്, 3 പേർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്, ഈ കാവുകളൊക്കെ ഇങ്ങനെ നശിച്ച് കിടക്കുന്ന ഭൂമികൾ ചില ആൾക്കാർ പോയി വാങ്ങിക്കും. ചുളുവിനൊക്കെ കിട്ടും. വാങ്ങിച്ചിട്ട് ഇതിനെല്ലാം അടിച്ചു പൊട്ടിച്ച് കളഞ്ഞ് അവിടെ പിന്നെ വീട് വെച്ച് താമസിക്കുക. അങ്ങനെ സ്ഥാപനങ്ങൾ വരെ, ഹോസ്പിറ്റൽ വരെ കെട്ടിയിട്ട്
ഇത് കണക്കുള്ള നാഗഭൂമി ചെറിയ വിലയ്ക്ക് കിട്ടിയപ്പോൾ അത് വാങ്ങിച്ച് അവിടെ വലിയ കോടികൾ മുടക്കി ഹോസ്പിറ്റൽ കെട്ടിയിട്ട് 10-15 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പോലും പറ്റാതെ കോടികൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയൊക്കെ നമ്മൾ വാങ്ങിച്ച് വീട് വയ്ക്കുകയോ സ്ഥാപനം വയ്ക്കുകയോ അത് നമ്മുടെ പേരിന് വാങ്ങിച്ച് വെറുതെ പോലും നമ്മൾ ഇട്ടേക്കരുത്. അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതാണ് സർപ്പദോഷം എന്ന് പറയുന്നത്. സർപ്പദോഷം കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ 1, 2, 3, 4 എന്നല്ല, ചിലപ്പോൾ അതിനപ്പുറം, അതായത് 4 പേര് മരിക്കുന്നതല്ല, ഈ നേരത്തെ പറഞ്ഞ വർഷം കാലം 480 വർഷത്തിന് ഉള്ളിൽ ചിലപ്പോൾ 100-200 വർഷത്തിന് മുമ്പായിരിക്കും നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഇതേ കണക്കുള്ള പ്രവൃത്തികൾ ഉണ്ടായാൽ വീണ്ടും പിറക്കും തലമുറയ്ക്ക് ഈ കാലാവധിക്കുള്ളിൽ ഈ കുടുംബത്തിൽ ജനിക്കുന്ന 10 പേരിൽ 3 പേർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത് വളരെ കഷ്ടമാണ്. കാര്യം വെച്ചാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടാത്തൊരു സാഹചര്യമാണ്. ജോലിക്കോ അല്ലെങ്കിൽ വരുമാനത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ജോലി കിട്ടും, അതൊന്നും ഇത് തടസ്സപ്പെടുത്തില്ല. വരുമാനം ഉണ്ടാകും, വരുമാനം നിലനിൽക്കുകയും മറ്റേ ബിസിനസ് ചെയ്ത് വിജയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തുടക്കം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ നമുക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പണം വന്നിട്ട് എന്ത് കാര്യം, ഒരു കാര്യവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്വസ്ഥത സമാധാനം നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ മൈൻഡ് പോലും നമുക്ക് കൈമോശം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിസിനസ്സും തൊഴിലും എല്ലാം തകരും. അതായത് സർപ്പദോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ സർവനാശം വിതയ്ക്കുന്നതാണ്. അങ്ങനെ സർപ്പദോഷം കണ്ടുപിടിക്കാൻ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് നമുക്കിതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി നല്ലൊരു ജ്യോതിഷിയെ കണ്ടാൽ അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു തരും. സർപ്പൻ്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു, അത് ദോഷമുള്ളതാണ്, എന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ എന്നൊക്കെയാണ് അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിരിക്കും. നല്ലൊരു ജ്യോതിഷിയായിരിക്കണം. അത് കണ്ടുപിടിച്ച് അത് തീർത്തും പരിഹരിക്കാൻ പറ്റും. പലരുടെയും സംശയം ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. ചോദ്യം പറയുന്നില്ല, ഉത്തരം ഞാൻ പറയാം. ഓരോരോ വ്യക്തിക്കും പോയി അവരുടെ ദോഷം മാറ്റാം. കുടുംബത്തിൽ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന എത്ര ശാഖകളുണ്ട്, ഈ ശാഖയിലേക്ക് എല്ലാം ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും അതെല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിലും അതിനെയും പരിഹരിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ പരസ്പരം ചേരില്ല. വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ളൊരു ഒരു വടംവലിയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാനുണ്ട് ആ കുടുംബത്തിൽ ഒന്ന് ചിന്തിക്കുക. എനിക്ക് ദോഷമുണ്ട്, എനിക്ക് മാറ്റണമെന്നുണ്ട്, പക്ഷേ മുതിർന്നവരെ കിടന്ന് അടികൂടുമ്പോൾ പറ്റില്ല. അപ്പം നല്ലൊരു ജ്യോതിഷിയെ കണ്ട് അല്ലെങ്കിൽ നല്ലൊരു കർമ്മിയെ കണ്ടിട്ട് എൻ്റെ ദോഷം എനിക്ക് മാറ്റിത്തരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷം മാത്രം മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. സർപ്പദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് മാനസിക വിഷമങ്ങളും ഡിപ്രഷൻ വന്ന് നമ്മൾ ആയിപ്പോവും. പൂർണ്ണ ഭ്രാന്തനാകില്ല, മുഴുഭ്രാന്തനാകില്ല എന്നുള്ളതുകൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ നമ്മുടെ അവസ്ഥ പോകും. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ദാമ്പത്യ ജീവിത പരാജയം, ഡിപ്രഷൻ, അലർജി സംബന്ധമായ അസുഖങ്ങൾ, സ്കിൻ പ്രോബ്ലങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പോയൊരു നല്ലൊരു ജ്യോതിഷിയെ കാണുക. ജ്യോതിഷിയെ കണ്ട് അത് പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സർപ്പദോഷം എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ തരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലുള്ള എന്നെ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അതുപോലെ ഭൂമിദോഷമോ സർപ്പദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഞങ്ങളെപ്പോലുള്ളവർ അവിടെ വന്നാൽ മാത്രമേ അത് കണ്ടുപിടിച്ച് അങ്ങനെ വന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നാൽ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിൽ മറ്റു സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നീട് വന്നത് പൂർണ്ണമായും അത് ഞാൻ മാറ്റി തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.